മുജാവറ, അയൽപക്കക്കാരോട് മോശമായിട്ട് പെരുമാറുക. അയൽപക്കക്കാരോട് മോശമായിട്ട് പെരുമാറുക എന്ന് പറയാൻ നാട്ടുകാരൊക്കെ ഭയങ്കര ഉഷാറാശ, സ്വന്തം അയൽപക്കക്കാരോട് പെരുമാറ്റം മോശം. അതിന് കാരണക്കാരുണ്ടാവും. ഏത് വരക്കാര അതിൽ കുഴപ്പക്കാരെന്നല്ല നമ്മുടെ ചർച്ച. ഇത് സംഭവിക്കാൻ പാടില്ല. സ്വന്തം മക്കൾക്ക് സ്വത്തിൽ അനന്തര അവകാശമുള്ളതുപോലെ അയൽവാസിക്ക് പോലും അയൽവാസിയുടെ സ്വത്തിൽ അനന്തരാവകാശമുണ്ടോ എന്ന് ഞാൻ പേടിച്ചു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രക്ക് തങ്ങൾക്ക് തോന്നിപ്പോയി. ജിബ്രീൽ അലൈഹിസ്സലാം അയൽവാസിയുടെ ബന്ധങ്ങൾ ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ സൂഉൽ മുജാവറ, മോശമായിട്ട് പെരുമാറുക. എന്താണ് ഇപ്പൊ ഇതിന് ഉദാഹരണം പറയാ? ഒന്ന് വഴി മുടക്കൽ തന്നെ ഒരു ഉദാഹരണം. ഇപ്പൊ അതന്നെ, വഴി കൊടുക്കൂല. അതന്നെ. എന്താ കൊണ്ട് നഷ്ടം? ഒന്നുമില്ല, ഓൻ അങ്ങനെ ചോദിക്കണ്ടാണ്. അപ്പൊ അവിടെ ഒരു 50 സെന്റ് നിങ്ങൾക്ക് ഉണ്ടല്ലോ. ഈ അരുവ് കൂടെ ഞാനൊരു 4 ടയർ വണ്ടി, ഒരു മാരുതി 800 മാരുതി 800 പറഞ്ഞോ ഇന്നോവ ഇറക്കുമെന്ന അവന്റെ പേജാറ്, അല്ലെങ്കിൽ ഇന്നോവ പറഞ്ഞിട്ടോ അല്ല ഫോർച്യൂണർ വാങ്കൂസർ ഇറക്കുമെന്ന പേജാറ്. യാ അല്ലാ. അപ്പം വേണ്ട, ഓട്ടോറിക്ഷ തന്നെ പോയാൽ മതി, നിങ്ങൾ ബൈക്കിലൊക്കെ നടക്കാൻ മാത്രമേ ഉള്ളൂ. ഇവനൊരു അഹങ്കാരം തോന്നി. ഇതിന്റെ പേര് അഹങ്കാരം എന്നാണ്. നമ്മളെ നാട്ടിൽ നിങ്ങൾ എന്ത് പേരായിട്ട് വിളിക്കുന്നത് എനിക്കറിയില്ല. ഇത് നാട്ടിലുള്ള ഒരു സൂഉൽ മുജാവറ. സ്വന്തം അയൽപക്കക്കാരന്റെ വീട്ടിൽ ഒരു ആംബുലൻസ് പോലും വരാൻ പറ്റാത്ത രീതിയിൽ വഴി എടുക്കാക്കി കൊടുക്കുക. എന്നാ ഈ അര ചാണോണ്ട് ഇവന് വല്ല ഉപകാരമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ നാട്ടിൽ സൂഹിക്കണ്ടെന്ന് തന്നെ. സുബ്ഹാനല്ലാഹ്, സൂഉൽ മുജാവറ. ഇത് മുഅ്മിനായ മനുഷ്യന് ചെയ്യാൻ പറ്റൂല. മുഅ്മിനെ ഇവിടെ അങ്ങനെ വഴിമുടക്കണ കഥ ഉണ്ട്, നിന്നോട് ആരും പറഞ്ഞിട്ടില്ല. ഞാൻ ഈ ഹദീസിന് അർത്ഥം പറയാം. പക്ഷെ ഇത് എല്ലായിടത്തും നടക്കുന്നുണ്ട്. സൂഉൽ മുജാവറ, അയൽപക്കക്കാർക്ക് അടങ്ങാറാക്കുക, ബുദ്ധിമുട്ടാക്കുക. അങ്ങനെ നമ്മൾ കുറെ ചെയ്തു കൂട്ടിയിട്ട് എന്താ കാര്യം? എന്താണ് ഇപ്പൊ ഇതോടൊക്കെ കിട്ടാൻ പോകുന്നത്? സ്വന്തം അയൽപക്കക്ക് ആ വീട്ടിലേക്ക് ഒരു വാഹനം, എന്താ ഇപ്പൊ ഇതിൽ കുഴപ്പം? ഹൃദയത്തിന്റെ ഉള്ളിലെ ഒരു അസൂയയോ ഒരു അഹങ്കാരമോ അല്ലേ ഈ പുറത്തു വരുന്നത്? അപ്പൊ ചോദിക്കുന്ന സെന്റിന് എത്ര വേണം? സെന്റിന് 20 ലക്ഷം വേണം. യാ അല്ലാ, ഈ ഓണംകാരാൻ മൂലയിൽ സെന്റിന് 50,000 പോലും ഇല്ല. എനിക്ക് ഇത്ര വേണം, എന്നാലേ തരുള്ളൂ. എന്താ ഇതൊരു വാശിക്ക് പറയുന്നേ? സൂഉൽ മുജാവറ, മനുഷ്യന്മാരടങ്ങാറാക്കുക. മുഅ്മിനെ നമുക്ക് പറ്റൂല. മുഅ്മിനെ അങ്ങനെ മതിൽ കുത്തിപ്പോയല്ലോ ഉസ്താദെ, ഇനിയിപ്പം എന്താ പൊളിച്ചേക്ക് എന്നിട്ട് മാറ്റി കുത്തി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്. എന്നാലും തിരക്കേടില്ല. ഖബറിൽ പോയി കിടക്കുമ്പോൾ അന്തസ്സിൽ കിടക്കാൻ പറ്റൂ. 6 അടി മണ്ണ് ഫ്രീ ആയിട്ട് ഈ ഉമ്മത്ത് തരുന്ന മണ്ണാണത് അല്ലെ. അതിന്റെ ഉള്ളിലേക്ക് നമ്മുടെ ഒരു മതിലോ വാഹനമോ കൊണ്ടുപോകാൻ പോകുന്നില്ല. മുഅ്മിനീങ്ങളുടെ മനസ്സിന് ഇടങ്ങറാക്കുന്നത് പണി ചെയ്യാൻ പാടില്ല. അതാണ് സൂഉൽ മുജാവറ. ഒരു ഉദാഹരണം ഇതാണ്. അയൽപക്കക്കാരന് പ്രയാസമുള്ള രീതിയിൽ ഒന്നും ചെയ്യാൻ പാടില്ലെന്നാണ്. ഒരു ഹദീസ് കേട്ടാൽ അത്ഭുതപ്പെട്ടു പോകും. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഒരു അയൽവാസിക്ക് അയൽവാസിയുടെ ഹക്കുണ്ട്. എങ്ങനെ? സ്വന്തം അയൽപക്കത്തുള്ള ഒരു മനുഷ്യന്റെ വീട്ടിലേക്ക് വരുന്ന കാറ്റിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ അവന്റെ വീടിന്റെ ഭാഗം അവന് പൊക്കിയെടുത്തുകൂടാ. നമ്മൾ ഈ ടൗൺഷിപ്പിലൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. ഒരു കാറ്റ് വരണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. ചുറ്റുഭാഗം ബിൽഡിങ്ങുകളാ, അതിന്റെ ഇടയിൽ ചെറിയൊരു വീടാ, അതിന്റെ മുമ്പിൽ വലിയൊരു കെട്ടിടം വന്നു കഴിഞ്ഞ് ഈ പാവപ്പെട്ട മനുഷ്യൻ എങ്ങോട്ട് പോകും? അവന്റെ എയർ കറന്റ് അല്ലെ, കാറ്റിന്റെ സഞ്ചാരം തടസ്സപ്പെടുത്താൻ പോലും സത്യവിശ്വാസിക്ക് പാടില്ലെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ ദീനാണോ മുഅ്മിനെ നമ്മുടെ ജീവിതത്തിലൂടെ ഇത്രയും മോശമായി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നത്? സ്വാർത്ഥതയുടെയും താൻപോരിമയുടെയും താന്നോത്യത്തിന്റെയും സ്വഭാവം ഇതാണോ ഇസ്ലാം? ഇങ്ങനെയാ? നമ്മൾ മുസ്ലിമീങ്ങൾ തന്നെ വളരെ ചെറുപ്പം ഇസ്ലാം ഇങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ മുസ്ലിം തന്നെ. ഇതല്ല. ആയിരക്കണക്കിന് വീടുകൾ ഹൈന്ദവ മതവിശ്വാസികൾ താമസിക്കുന്ന പ്രദേശമാണിത് അല്ലേ. ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ ചുറ്റും. കാഞ്ഞങ്ങാട് പ്രദേശത്തേക്ക് അങ്ങ് നോക്കിയാൽ അല്ലെ, മാണിക്കോത്തുനിന്ന് അവിടെ ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും പോയാൽ മുസ്ലിമീങ്ങൾക്കിടയിൽ അമുസ്ലിമീങ്ങൾ താമസിക്കുന്നുണ്ട് അല്ലേ. എന്റെ ചോദ്യം, വർഷങ്ങളോളം നൂറ്റാണ്ടുകളോളം മുസ്ലിമീങ്ങളുടെ ഇടയിൽ താമസിക്കുന്ന ഹൈന്ദവ കുടുംബത്തിന് ഞങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് ഏറ്റവും മനോഹരമായത് പരിശുദ്ധ ഇസ്ലാമാണെന്ന് തിരിച്ചറിഞ്ഞ് കലിമ ചൊല്ലി വരാനുള്ള ഒരവസരം എന്തുകൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല? എന്ത് ദഅവത്താ നമ്മൾ ചെയ്യുന്നത്? സ്വന്തം വീടിന്റെ അരികത്ത് താമസിക്കുന്ന ഹിന്ദു മരണം വരെ ഹിന്ദുവാണ് അല്ലേ. മതം മാറ്റണമെന്നല്ലേ പറഞ്ഞത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് ശരിക്കും ഹക്കാണെന്ന് ബോധ്യപ്പെട്ടാൽ കണ്ണ് കാണാത്ത കുരുടനായൊരു മനുഷ്യൻ പൊട്ടക്കിണറെവിടെയാണെന്ന് കാണാതെ നടന്നു നീങ്ങുമ്പോ ഓടിച്ചെന്ന് ആ മനുഷ്യന്റെ കൈപിടിച്ച് വീഴല്ല എന്ന് പറയുന്ന പോലെയല്ലേ സ്വന്തം അരികത്ത് കൊല്ലങ്ങളോളം താമസിച്ച മനുഷ്യൻ കുഫറിന്റെ പേരിൽ നാളെ നരകത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇതല്ലേ അതിന്റെ സമാനത? ഇങ്ങനെയല്ലേ ആലോചിക്കേണ്ടത്?
ഞങ്ങൾക്കൊന്ന് മുസ്ലിമായാൽ തരക്കേടില്ലെന്നും ഈ ഖുർആൻ ഹഖാണെന്നും ഇവർ വിശ്വസിക്കുന്ന റസൂൽ അന്ത്യ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവരുടെ സ്വഭാവം മനുഷ്യരിൽ മാലാഖമാരായി ജീവിക്കുന്ന മനുഷ്യരെന്ന് തോന്നിപ്പിക്കുന്ന സ്വഭാവം അത് ഇവരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞെങ്കിലല്ലേ നമ്മുടെ ജീവിതം കൊണ്ട് ദഅവത്ത് ചെയ്തെന്ന് പറയാൻ പറ്റൂ. അവരും ഇന്ന് നമ്മളങ്ങനെ ജീവിച്ചു, അവരങ്ങനെ ജീവിക്കുന്നു. നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഇസ്ലാം കൊണ്ട് എന്ത് മെച്ചുണ്ടായി? ഇതാണ് എന്റെ ചോദ്യം. നമ്മുടെ ഇസ്ലാം കൊണ്ട് എന്ത് മെച്ചുണ്ടായി? അവർക്ക് അറിയാൻ അവസരം കൊടുത്തോ? നമ്മുടെ ജീവിതം കൊണ്ട് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് തുടരും, ഇല്ലെങ്കിൽ ആരംഭിക്കുക. സൂഉൽ മുജാവറ, അയൽപക്കക്കാരോട് മോശമായി പെരുമാറുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോ? ഇന്ന് പിന്നെ ഈ ചാനലുകാർ ഈ ഈബത്ത് നമീമത്തൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പെണ്ണുങ്ങൾക്കൊന്നും വലിയ പണിയില്ല എന്ന്. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ലൈവ് ചാനൽ, ന്യൂസ് ചാനലുകൾക്കാണ് ഈബത്ത് നമീമത്തിന്റെ ഒക്കെ പണി ഇപ്പോ. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മദീനയിൽ ഇരിക്കുമ്പോ, അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ വഫാത്തിന് ശേഷം മദീനയിൽ ഇരിക്കുമ്പോ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ ഓടി വരുന്നു. ഇബ്നു അബ്ബാസ്, അല്ലയോ ഇബ്നു അബ്ബാസ്, ഞങ്ങൾ ഹജ്ജിന് പോകുന്ന യാത്രാ സംഘമാണ്. എന്ത് പറ്റി? ഞങ്ങളുടെ കൂടെ ഹജ്ജിന് വന്ന ഒരാൾ മരിത, അയാൾക്ക് അസുഖം വന്നു, രോഗം വന്നിട്ട് ഈ മദീനയുടെ പ്രാന്തപ്രദേശത്തൂടെ ഞങ്ങൾ കടന്നു പോകാൻ, അയാൾ അവിടെ വെച്ച് മരിച്ചു. ഞങ്ങൾ അയാൾക്ക് ഖബർ കുഴിച്ചു. ഖബർ കുഴിച്ചപ്പോ ആദ്യത്തെ ഖബറിൽ കണ്ടു ഒരു പാമ്പ്, ഞങ്ങളത് മൂടി. രണ്ടാമത്തേത് കുഴിച്ച് അവിടെയും കണ്ടു അത്. മൂന്നാമത്തെ ഖബറും കുഴിച്ചപ്പോഴും ഒരു പാമ്പ് കണ്ടപ്പോ ഞങ്ങൾ ഓടി വന്നതാണ്. ഇബ്നു അബ്ബാസ്, ഞങ്ങൾ എന്തു ചെയ്യണം? ഹിബ്റുൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഏറ്റവും വലിയ പണ്ഡിതൻ അഷ്റഫുൽ ഖൽഖിന് ശേഷം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ തഫ്സീർ പഠിച്ച മഹാൻ പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഓരോ മൂലയിൽ പോയി ഖബർ കുത്തിയാലും, ആയിരക്കണക്കിന് ഖബർ കുത്തിയാലും അതിൽ ഈ പാമ്പ് കാണും. ആ പാമ്പുള്ള ഖബറിൽ തന്നെ കുഴിച്ചുമൂടിയേക്കുന്ന അദ്ദേഹത്തെ മദീനയുടെ പ്രാന്തപ്രദേശത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങനെ മറവിതേക്കിൻ, ആ പാമ്പിനെ എടുത്തു മാറ്റാൻ പറ്റൂല, അത് വരും അവിടെ. ആ മനുഷ്യൻ ചെയ്തതെന്താണെന്ന് ചെന്ന് ആലോചിച്ചു നോക്കി എന്ന് പറഞ്ഞു. മറവെയ്തു, ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു പോന്നു. ഈ മനുഷ്യന്റെ കൂടെ ഉണ്ടായിരുന്ന ഏതാനും നാണയത്തുട്ടുകൾ എടുത്തിട്ട് ആ മനുഷ്യന്റെ വീട്ടുകാർ കേൾപ്പിക്കാൻ കൂട്ടുകാർ ചെന്നപ്പോ ചോദിച്ചു, അല്ല ഈ മനുഷ്യന്റെ പണി എന്തായിരുന്നു? സുബ്ഹാനല്ലാഹ്, ഈ മനുഷ്യന്റെ പണി എന്തായിരുന്നു? നാട്ടുകാരെ പറ്റിക്കലായിരുന്നു ഏർപ്പാട്. കച്ചവടക്കാരനായിരുന്നു. ഒരു കടയാണ് അദ്ദേഹത്തിന്റെ ലൊക്കാലിറ്റിയിലെ ഒരു കട. സ്വന്തം പരിസരത്തെ അയൽപക്കത്തുള്ള ആളുകൾ മാത്രമേ ഇന്ന് വാങ്ങുള്ളൂ. ഗോതമ്പ് നിറച്ചു വെച്ചാൽ അത്രയും ഗോതമ്പിന്റെ കനത്തിൽ കല്ലു ഇയാളിലേക്ക് വാരിടും. അങ്ങനെ സ്വന്തം നാട്ടുകാർക്ക് വഞ്ചന കൊണ്ട് കച്ചവടം ചെയ്ത മനുഷ്യൻ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ മറവ് ചെയ്തേക്കിൻ. നമ്മുടെ ഇമാമികൾ ഉദ്ധരിച്ചിട്ടുള്ള ഹദീത്താണ്, അസറാണ്. സുബ്ഹാനല്ലാഹ്, എന്തേ? സ്വന്തം നാട്ടുകാരെ അടങ്ങാറാക്കിയ മനുഷ്യനാണ്.